ഹേ ഗായ്സ്, ഞങ്ങളപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം പാടം കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ കുറേ നാളായി പാടത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾ എല്ലാ ശനി ഞായറും പ്ലാൻ ചെയ്യും, പക്ഷെ എല്ലാവരും കിടന്നുറങ്ങും. പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊരു ഫ്രീ ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഫുൾ കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ റെഡിയായി ഇറങ്ങിയേക്കാണ് പാടം കാണാൻ പോകാൻ വേണ്ടി. ഇപ്പോൾ സമയം എത്രയായി? 4:16. എല്ലാവരും റെഡി ആവണുള്ളൂ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന വീട്. ആരും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നല്ല മഴക്കാരുണ്ട്. ഞങ്ങൾ വഴി അറിയാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കടി വഴി അറിയില്ല. ഇപ്പം ഞങ്ങളൊരു 1 കിലോമീറ്ററിക്കുള്ളിൽ നടന്നു. ഒരാൾ വരണ നോക്കിയേ, ഭയങ്കര സ്ലോ. ഇവിടെ എത്തി. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊരു കുറുമ്പി പൂച്ചേനെ കണ്ടു. വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കണയാണ് കാഴ്ച. ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ പാടം. അവിടെ സോയൽ സാർ ഇരിക്കുന്നുണ്ട്. അവിടെ ബ്യൂട്ടിഫുൾ. അതാണ് പാടം കണ്ടിട്ട് എന്താ പറയാനുള്ളേ? എൽസ, പാടം കണ്ടിട്ട് എന്താ പറയാനുള്ളേ? പാടം കണ്ടെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ റിയാലിറ്റി ആണ്. കാരണം ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് പാടം. ഇവിടെ നോക്കുമ്പോൾ ഒരു തേങ്ങില്ല. നിങ്ങൾക്ക് കാണാം, അവിടെ എല്ലാം ഓടിട്ട ഒരു കുഞ്ഞു കൂടാരം പോലെ ഉണ്ടാവുന്നു. ഞങ്ങക്ക് വിമാനം കാണാൻ പറ്റിയോട് വന്നിട്ട് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങള് അവിടെ നിന്ന് ഇവിടോട്ട് നോക്കുമ്പോ ഇവിടെ നല്ല രസമാണ്. കാരണം ഇവിടെ കണ്ടോ, 2 സൈഡിൽ പാടം, ഇതിൽ കൂടെ കുറെ വണ്ടി പോവും. അപ്പൊ നല്ല രസമാണ് കാണാൻ. അവിടെ നോക്കുമ്പോ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോ ഒരു മെനയില്ല. പക്ഷെ അവിടെ നല്ല രസമാണ്. നല്ല മഴക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കുറെ കസേരയൊക്കെ ഇട്ടുണ്ട് ഇരുന്ന് പാടം കാണാൻ വേണ്ടി. ഇവിടെ ഒരു ചായക്കടയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയേനെ. ഞങ്ങളിപ്പോ തിരിച്ചു പോവാണ്. ഞങ്ങളവിടെ വന്നപ്പോ കുറേ പേര് അവിടേക്ക് വന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോണത്. ഞങ്ങൾ വന്നത് ആ വഴിയാണ്, പക്ഷെ ഈ വഴി പോയി കഴിഞ്ഞാലും എത്തുമെന്ന് കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട വഴി പോലെ. രാവിലെ എനിക്കൊരു റോസ് കിട്ടി, ഇപ്പം എനിക്കൊരു ചെമ്പരത്തി കിട്ടി. ഐ എം വെരി ഹാപ്പി. ചെമ്പരത്തി കാണാൻ എന്ത് രസമല്ല. പക്ഷെ എന്തായിരിക്കും ആൾക്കാർ ഇത് വെച്ചാൽ വട്ട് വരും എന്ന് പറയണേ. വട്ടുള്ളവരാണ് ഇത് വെക്കണേന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്തായിരിക്കും രസ? കാരണം അത് പണ്ടൊരു വട്ടുള്ള ഒരാളാ ചെമ്പരത്തി വെച്ച് നടന്നു. പിന്നെ അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടിലെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളോട് പറയില്ലേ, വീടിന്റെ കോണിപ്പടിയുമ്പോൾ നിൽക്കരുത്, കട്ടിൽ പിന്നെ കാലാട്ടരുത്, അങ്ങനെയൊക്കെ പറയണ പോലെ ഇതും ഒരു മിത്താണ്. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവക്ക് നടക്കാൻ പറ്റില്ല ഗൈസ്. ഇവക്ക് ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പുറകോട്ട് പോവാ. പുറകിന്നൊരു തള്ളു കൊടുത്തില്ലെങ്കിൽ ഇവള് നടക്കില്ല. അപ്പൊ നമ്മൾ പുറകിൽ നിന്നിട്ട് തള്ളണം ഗൈസ്, തള്ളണം. ഇവള് ഇതൊക്കെ പറിച്ചെടുത്തു. ഞാൻ ഈ ചെടീനെ പറ്റി പറഞ്ഞിരിക്കും അവള് പറയാണ് ഇത് തലയിൽ തേച്ചാൽ താരൻ ആയിട്ടുള്ള സാധനമാണ് ഇത്. നമുക്ക് തലയിൽ തേച്ചാൽ നമ്മുടെ തലയിലെ താരനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകും. അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതോടെ ചെമ്പരത്തിനെ പറ്റി പറഞ്ഞോണ്ടാണോന്ന് അറിയില്ല, അവിടെ നടന്നു തുടങ്ങിയപ്പോ എല്ലാ വീട്ടിലും ചെമ്പരത്തി. ഇതൊക്കെ വെറൈറ്റി ടൈപ്സ് ഓഫ് ചെമ്പരത്തിയാന്ന് തോന്നുന്നു. റോസാപ്പ് പോലെ നിൽക്കണം. ഞങ്ങള് ഫുഡ് കഴിക്കാൻ സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ പള്ളി കണ്ടത്. 9 മാസമായോണ്ട് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസം കാണാം. പബ്സിയുടെ ഒരു കളിയില്ല ഗൈസ്. പഴംപൊരി ഇങ്ങനെയുണ്ട്. സിസിയിലെ വെളുത്ത പഴംപൊരി ഇങ്ങനെയുണ്ട്. കൊള്ളാം, നിറമില്ല പക്ഷെ മഞ്ഞപ്പൊടി കുറച്ചിടായിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പബ്സില് നല്ല ഫീലിങ്സ് മഴ പെയ്യണേക്കാളും മുന്നേ സാധനം കിട്ടും. നമുക്ക് 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം. ഇപ്പൊ സമയം എത്രയായി? 5:54. ഇത് ഓടാണ് എല്ലാവരും. കയറിയില്ലെങ്കിൽ സീനാണ്. ഞങ്ങൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തു. ഇതാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതിൽ. അതാണ് ഞങ്ങളുടെ സ്വർഗം. മഴ പെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ തോന്നുന്നു പാടം കാണാൻ.
ഒരിക്കലും തോന്നില്ല.